ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ 6th ചാപ്റ്റർ ട്രയാങ്കിൾസ്. ഈ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ആദ്യം ചെയ്യുന്നത് എക്സസൈസ് 6.2ലെ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഫിഗർ 6.18 ഇഫ് LM പാരലൽ CB ആൻഡ് LN പാരലൽ CD പ്രൂവ് ദാറ്റ് AM by AB ഈക്വൽ ടു AN by AD. ഇത് നോക്കാം. ഇവിടെ ഫിഗറിൽ നോക്കാം. ABC എന്നൊരു ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ BCക്ക് പാരലായിട്ട് LM എന്നൊരു ലൈൻ കൊടുത്തിട്ടുണ്ട്. LM പാരലൽ CB എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴത്തെ ട്രയാങ്കിൾ ABC, അതിൽ LN പാരലൽ CD ആണ്. ഇതിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് AM by AB ഈക്വൽ ടു AN by AD എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇൻ ട്രയാങ്കിൾ ABC സെലക്ട് ചെയ്യും. അവിടെ LM പാരലൽ CB ആണ്. LM പാരലൽ CB ആണ്. അപ്പോൾ LMഉം CBയും പാരലാവുമ്പോൾ we have AM by AB. ഫിഗറിൽ നോക്കുക. AM by AB ടോട്ടൽ ആയിട്ട് എടുത്തു. AB ഈക്വൽ ടു ഇവിടെ AL by, അപ്പോൾ ഇവിടെ AC ടോട്ടൽ ആയിട്ടായിരിക്കും വേണ്ടത്. നമുക്ക് എഴുതാം AL by AC. നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞ് ഇവിടെ മാറ്റി വെക്കാം. ഇനി അടുത്ത ട്രയാങ്കിൾ നോക്കുക. ട്രയാങ്കിൾ ADC. ട്രയാങ്കിൾ ADC ഇതാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് LN പാരലൽ CD ആണ്. LN പാരലൽ CD ആണ്. അപ്പോൾ അവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് AN എടുക്കാം, AD എടുക്കാം. അപ്പോൾ അവിടെ we have AN divided by AD ഈക്വൽ ടു AN by AD ആണ് എടുത്തത്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ AL by AC എടുക്കാം. AL by AC എന്ന് എടുക്കാം. അത് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്നും പേര് കൊടുക്കാം. ഇനി ഫ്രം ഇക്വേഷൻ 1 and 2, ഇക്വേഷൻ 1ൽ നോക്കുക. AM by AB ഈക്വൽ ടു AL by AC ആണ്. അതുപോലെ തന്നെ AN by ADയും ഇവിടെ AL by AC ആണ്. അപ്പോൾ AM by ADയും AN by ADയും AL by ACക്ക് ഈക്വൽ ആണ്. അപ്പോൾ ഫ്രം ഇക്വേഷൻ 1 and 2 we get AM by AB ഈക്വൽ ടു AN by AD ആണ്. AM by AB ഈക്വൽ ടു AN by AD, അതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലെ ഫോർത്ത് ക്വസ്റ്റ്യൻ. ഇൻ ഫിഗർ 6.19 DE പാരലൽ AC ആൻഡ് DF പാരലൽ AE പ്രൂവ് ദാറ്റ് BF by FE ഈക്വൽ ടു BE by EC. പേര് നോക്കുക. 6.19 ഇതാണ് ക്വസ്റ്റ്യൻ. അവിടെ DE പാരലൽ AC ആണ്. DE പാരലൽ AC. ഇവിടെ നമ്മൾ ABC എന്ന ട്രയാങ്കിൾ മാത്രം പരിഗണിച്ചാൽ ഇവിടെ ACക്ക് പാരലായിട്ട് ആണ് ഈ DE എന്ന ലൈൻ കിടക്കുന്നത്. അതുപോലെ DF പാരലൽ AE ഇവിടെ ABE ഈ ട്രയാങ്കിൾ പരിഗണിച്ചാൽ അതിൽ AE എന്ന സൈഡിന് പാരലാണ് DF. പ്രൂവ് ദാറ്റ് BF by FE ഈക്വൽ ടു BE by EC ആണ്. ചെയ്ത് നോക്കാം. ഇൻ ട്രയാങ്കിൾ ABC പരിഗണിക്കുന്നു. ട്രയാങ്കിൾ ABC ഇതാണ്. ABCയിൽ നമുക്ക് തന്നിട്ടുള്ളത് DE പാരലൽ AC ആണ്. അപ്പോൾ ഇവിടെ BD ഡിവൈഡഡ് ബൈ BA അല്ലെങ്കിൽ AD, BD ഡിവൈഡഡ് ബൈ AD ഈക്വൽ ടു
നമ്മൾ ട്രയാങ്കിൾ എ ബി സി ആണ് പരിഗണിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഡി എ ബി സി ആണ്, അവിടെ ഡി എഫ് ആണ്, ഡി ഇ ആണ് എ സിക്ക് പാരലൽ. അപ്പോൾ നമ്മൾ ബി ഡി ബൈ എ ഡി എടുത്തു. ബി ഇ ഇതാണ് പാരലൽ. ഈക്വൽ ടു ബി ഇ ഡിവൈഡഡ് ബൈ സി ഇ. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനി അടുത്ത ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ എ ബി സിക്ക് പകരം നമ്മൾ എ ബി ഇ പരിഗണിക്കുന്നു. ട്രയാങ്കിൾ എ ബി ഇ. അടുത്ത് നോക്കുക, ട്രയാങ്കിൾ എ ബി ഇ ഈ ട്രയാങ്കിൾ ആണ്. അപ്പോൾ അതിന് എ ഇക്ക് പാരലായിട്ടുള്ള സൈഡ് ഇവിടെ ഡി എഫ് ആണ്. അപ്പോൾ നമുക്ക് ഡി എഫ് പാരലൽ എ ഇ എന്ന് കിട്ടും. ഒന്നുകൂടി പേരിൽ നോക്കുക, ഡി എഫ് ഈ സൈഡാണ്, ഡി എഫ് പാരലൽ എ ഇ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ബി ഡി ബൈ ഡി എ എന്ന് എടുക്കാം. ബി ഡി ബൈ ഡി എ അല്ലെങ്കിൽ എ ഡി, നേരത്തെ എടുത്തത് തന്നെ, ബി ഡി ബൈ എ ഡി ഈക്വൽ ടു ബി എഫ് ഡിവൈഡഡ് ബൈ ഇ എഫ് എന്ന് കിട്ടും. ബി എഫ് ഡിവൈഡഡ് ബൈ ഇ എഫ്. ഇവിടെ വരെയുള്ളൂ. ബി സി എന്നുള്ള ലൈൻ കംപ്ലീറ്റ് ഇല്ല, കാരണം എ ബി ഇ വരെയുള്ളൂ നമ്മൾ ട്രയാങ്കിൾ. ആദ്യത്തെ ട്രയാങ്കിൾ എ ബി സി ആയിരുന്നു. ഇവിടെ നമുക്ക് എ ബി ഇ എന്നുള്ള ട്രയാങ്കിളാണ് നമ്മൾ പരിഗണിക്കുന്നത്. അതുകൊണ്ട് അവിടെ ബി ഡി ബൈ എ ഡി ഈക്വൽ ടു ബി എഫ് ബൈ ഇ എഫ്. പിന്നെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് എടുക്കാം. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലങ്ങളിൽ, തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ ചെയ്ത അതുപോലെ തന്നെ ഇവിടെ ബി ഡി ബൈ എ ഡി, ഇവിടെയും ബി ഡി ബൈ എ ഡി ആണ്. അത് ഈക്വൽ ടു ഇവിടെ ബി ഇ ബൈ സി ആണ്, ഇവിടെ അത് ബി എഫ് ബൈ ഇ എഫ് ആണ്. അപ്പോൾ രണ്ട് ഇക്വേഷൻ ഫ്രം ഇക്വേഷൻ 1 and 2 we get ബി എഫ് ബൈ ഇ എഫ്. ഇവിടെ ക്വസ്റ്റനിൽ എഫ് ഇ എന്നാണ്, അപ്പോൾ നമുക്ക് എഫ് ഇ എന്ന് തന്നെ എഴുതാം. എഫ് ഇയും ഇ എഫ് ഒന്ന് തന്നെയാണല്ലോ. അപ്പോൾ ബി എഫ് ബൈ എഫ് ഇ എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ബി എഫ് ബൈ ഇ എഫ് ആണ്, ബി എഫ് ബൈ എഫ് ഇ എന്ന് എഴുതാം. ഈക്വൽ ടു ബി സി ബൈ ഇ സി ആണ്, ബി ഇ ബൈ ഇ സി ആണ്. ബി ബൈ ഇ സി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ബി ഇ ബൈ സി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്, നമുക്ക് അത് ഇ സി എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ബി എഫ് ബൈ എഫ് ഇ ഈക്വൽ ടു ബി ഇ ബൈ ഇ സി എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മളിത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഈ തേർഡ് ക്വസ്റ്റ്യനിലും ഫോർത്ത് ക്വസ്റ്റ്യനിലും നമ്മൾ ചെയ്തത്, ഈ ഫിഗറിനെ നമ്മൾ രണ്ട് ട്രയാങ്കിളാക്കി മാറ്റി. എന്നിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തത് എ ബി എന്ന സൈഡും എ സി എന്ന സൈഡും എടുത്തു. അപ്പോൾ നമുക്കൊരു റേഷ്യോ അവിടെ കിട്ടി. അതിനുശേഷം എ സി എന്ന സൈഡും എ ഡി എന്ന സൈഡും എടുത്തു, അവിടെ റേഷ്യോ കിട്ടി. അത് ഇവിടെ കോമൺ സൈഡായ ഈ എ സി എന്ന സൈഡുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് ഈ എ ബിയിലും എ സിയിലും നമുക്ക് കോമൺ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന റേഷ്യോസ് കിട്ടി. അങ്ങനെയാണ് അത് പ്രൂവ് ചെയ്തത്. ഇവിടെ ഫോർത്ത് ക്വസ്റ്റ്യനിൽ ഇത് തന്നെയാണ് ചെയ്തത്. അത് ആദ്യം എ ബി സി എന്ന ട്രയാങ്കിൾ എടുത്തു. എ ബി സി എന്ന ട്രയാങ്കിൾ പരിഗണിക്കുമ്പോൾ അവിടെ ഡി ആണ്, അപ്പോൾ അവിടെ പാരലൽ ആയിട്ടുള്ള സൈഡ്. അവിടെ നിന്ന് നമുക്ക് എ ഡിയും ബി ഡിയും കിട്ടും. അതുപോലെ തന്നെ ഡി ആണ് പാരലൽ ആവുകൊണ്ട് ഇ സിയും അല്ലെങ്കിൽ സിയും ബി ഇയും കിട്ടും. ഇനി അടുത്തതായിട്ട് നമ്മൾ എ ബി ഇ എന്ന ട്രയാങ്കിൾ പരിഗണിക്കും. ആ എ സി എന്നുള്ള സൈഡിനെ ഒഴിവാക്കി ഈ ട്രയാങ്കിൾ മാത്രം പരിഗണിക്കും. അപ്പോൾ അവിടെ എ ഇക്ക് പാരലായിട്ട് ഡി എഫ് ആണുള്ളത്. അപ്പോൾ എ ഇയും ഡി എഫും പാരലാന്ന് എടുത്തു. അപ്പോൾ അവിടെ ഈ ട്രയാങ്കിളിനും, അതായത് എ ബി ഇ എന്ന ട്രയാങ്കിളിനും എ ബി സി എന്ന ട്രയാങ്കിളിനും കോമൺ ആണ് ഈ എ ബി എന്നുള്ള സൈഡ്. അപ്പോൾ ഇവിടെ എ ഡിയും ബി ഡിയും തമ്മിലുള്ള റേഷ്യോ തന്നെയാണ് ഇവിടെ ബി എഫും എഫ് ഇയും തമ്മിൽ കിട്ടുന്നത്. അത് വെച്ചിട്ട് നമ്മൾ രണ്ട് ഇക്വേഷൻ ഉണ്ടാക്കി. അപ്പോൾ കോമൺ ആയിട്ട് ആ ബി ഡി ബൈ എ ഡി എന്നുള്ള റേഷ്യോ ഈ രണ്ട് ട്രയാങ്കിളിലും കോമൺ ആണ്. ഇവിടെയും ബി ഡി ബൈ എ ഡി ഈക്വൽ ടു നമുക്ക് ബി ബൈ സി എന്ന് കിട്ടുന്നു. ഇവിടെയും ബി ഡി ബൈ എ ഡി ഈക്വൽ ടു ബി എഫ് ബൈ ഇ എഫ് എന്ന് കിട്ടുന്നു. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്താൽ ബി എഫ് ബൈ എഫ് ഇ ഈക്വൽ ടു ബി ഇ ബൈ ഇ സി എന്ന് നമുക്ക് കിട്ടും.